കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷാജിദയും അതോടെ തന്നെ ഷെരീഫും തമ്മിലുള്ള അടിയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ആദ്യമായിട്ട് ഷെരീഫ് ഒരു വീഡിയോ ഇടുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഷാജിദ വന്ന് അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുക, അങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഷെരീഫ് വന്നിട്ട് ഷാജിദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ കണക്ക് ചെറുപ്പക്കാരുമായിട്ടുണ്ടെങ്കിൽ ഷാജിദയ്ക്ക് ബന്ധമുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഈ ഷാജിദയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വരാൻ തുടങ്ങി. നീ ഇങ്ങനെയാണോ അങ്ങനെയാണോ, നിന്ന് ഇത്ര പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഷാജിദ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ബാക്കിയുള്ളവർക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടണമെങ്കിൽ അത് എൻ്റെ ചാനലല്ല ഇടേണ്ടത്, വേറെ ഏതെങ്കിലും ചാനലിൽ പോയി ഇടുക. അതോടെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. ഏതെങ്കിലും അടുത്ത് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളിങ്ങനെ വന്ന് പറയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിക്കുന്നവർക്ക് എന്നെ പറ്റി അറിയാം. നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അടി ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു സോൾവ് ഇല്ല. കുറച്ച് നാൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല, എല്ലാം സോൾവ് ആയെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നം തുടങ്ങി. പിന്നെ ഇതിനെ കൊണ്ട് ഈ ഷാജിദ വീഡിയോ ഇട്ട് തെറി വിളിക്കുക തുടങ്ങിയേക്കുവാണ്.